ഹായ് നമസ്കാരം, ഞാൻ മുബാറക്കാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റഗ്രാം പേജിലും മുൻകൂട്ടി നമുക്ക് എങ്ങനെ പോസ്റ്റേഴ്സ്, സ്റ്റോറി, അതേപോലെ തന്നെ വീഡിയോസ്, റീൽസ് എല്ലാം ഷെഡ്യൂൾ ചെയ്ത് വെക്കാമെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പോസ്റ്റേഴ്സും റീൽസും എല്ലാം ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ തന്നെ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഇത് നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് സൈഡിലായിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് പേജിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു നമ്മളുടെ പ്രൊഫൈൽ ബട്ടണിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലായിട്ട് നിങ്ങളുടെ പേജസ് ഒക്കെ അവിടെ കാണിക്കും. ജസ്റ്റ് ആ പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി നേരെ നിങ്ങളുടെ ആ പേജിലേക്ക് സ്വിച്ച് ആവും. പേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും മെറ്റാ ബിസിനസ് സ്യൂട്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മെറ്റാ ബിസിനസ് സ്യൂട്ടിൻ്റെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് ഇടത് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ ഫേസ്ബുക്ക് പേജുകളൊക്കെ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എൻ്റെ പേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. പേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സും ഫേസ്ബുക്കിലെ പേജ് ഫോളോവേഴ്സൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഇതിൽ ആക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫേസ്ബുക്ക് പേജുമായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കണക്ട് ചെയ്തിരിക്കണം. എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് പേജുമായി ഇൻസ്റ്റാഗ്രാം കണക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ പോസ്റ്റർ ഷെഡ്യൂൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും പ്ലാനർ, അതുപോലെ തന്നെ കണ്ടന്റ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ പ്ലാനർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും വരിക. ഈ വിൻഡോയിൽ ഇപ്പോൾ നിലവിൽ സെലക്ട് ആയി കിടക്കുന്നത് വീക്ക്ലി ബേസ് ഉള്ള ഒരു കലണ്ടറാണ്. നമുക്ക് മന്ത്ലി ബേസ് ആണെങ്കിൽ ഇവിടെ മന്ത്ലി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, മന്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം മുകളിൽ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വലത് സൈഡിലായിട്ട് ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അതിലിവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ്, ക്രിയേറ്റ് സ്റ്റോറി, ക്രിയേറ്റ് റീൽസ്, ബൾക്ക് അപ്ലോഡ് വീഡിയോസ്, അതേപോലെ തന്നെ ലൈവ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് പോസ്റ്റ് എന്നുള്ളതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ഡാഷ്ബോർഡിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റിൽ ഇവിടെ രണ്ട് അക്കൗണ്ട് കാണിക്കും. ഒന്ന് ഫേസ്ബുക്കിൻ്റെത്, ഒന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആണ്. പിന്നെ താഴെ പബ്ലിഷ്ഡ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഈ പേജിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗ്രൂപ്പിലും പബ്ലിഷ് ആവണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ എന്ത് ചെയ്താൽ പറ്റും, സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളുടെ എന്താണോ കണ്ടൻറ്റ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു പോസ്റ്റർ സെലക്ട് ചെയ്തു. ശേഷം ഇവിടെ അതിലേക്ക് വേണ്ട കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതായത് ഫേസ്ബുക്കിലേക്ക് ഒരു കണ്ടൻറ്റാണ് വേണ്ടത്, ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു കണ്ടൻറ്റാണ് വേണ്ടതെന്നുള്ള അങ്ങനെ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാം കാണിക്കും, ഫേസ്ബുക്ക് ആണെങ്കിൽ ഇവിടെ ഫേസ്ബുക്ക് എന്ന് കാണിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇതിൽ ഹാഷ്ടാഗും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ രണ്ടിലേക്കും കസ്റ്റമൈസേഷൻ വേണ്ട, എല്ലാത്തിലും ഒരേപോലെ മതി എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വന്നാൽ കാണാൻ പറ്റും ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കലണ്ടർ വരും. ഈ ഒരു കലണ്ടറിൽ നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഇത് പബ്ലിഷ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു മാസം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നാളെ എൻ്റെ ഈ ഒരു പോസ്റ്റ് പബ്ലിഷ് ആയാൽ മതി. ഞാൻ രണ്ടിലും അതേപോലെ തന്നെ ഒരേ ടൈമാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സമയം ഞാൻ വൈകിട്ട് ഒരു 5 മണിക്കാണ് എനിക്ക് ഈ ഒരു പോസ്റ്റ് പബ്ലിഷ് ആവേണ്ടതെന്നുള്ളത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാനതൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലോസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഇവിടെ 6-ാം തീയതി ഞാനൊരു പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും. ഇപ്പോൾ മന്ത്ലി ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മളിവിടെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് കണ്ടോ. വൺ മോർന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീൽസ് ആവട്ടെ സ്റ്റോറി ആവട്ടെ എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് പ്രധാനമായിട്ട് യൂസ്ഫുൾ ആവാം നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററോ ഇൻഫ്ലുവൻസറോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഡിസൈൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, ആ ഒരു ചിലപ്പോൾ നമ്മൾ ഈ സ്പെഷ്യൽ ഡേയ്സിൻ്റെ പോസ്റ്റേഴ്സൊക്കെ നമ്മൾ മറന്നു പോകുന്ന സാഹചര്യങ്ങൾ വരും. സ്റ്റോറി അതേപോലെ തന്നെ നമ്മളെല്ലാം മുൻകൂട്ടി റെക്കോർഡൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്തിടാം. അപ്പോൾ അതാത് ദിവസങ്ങൾ അത് എന്ത് ചെയ്തോളും, അത് ഓട്ടോമാറ്റിക്കലി പബ്ലിഷ് ആയിക്കോളും. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഫേസ്ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും
മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.